ഇന്നില്ലേ നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് പറയാം. അതായത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. സാധാരണ നമ്മളെല്ലാം പ്രാർത്ഥിക്കില്ലേ, എങ്ങനെയാണെന്നറിയാവോ? വിളക്ക് വെച്ചിട്ട് നമ്മൾ രാമ രാമ രാമനാരായണ നാരായണ നാരായണ എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുറേ പ്രാർത്ഥനകൾ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് നമ്മളങ്ങ് എണീറ്റ് പോകും. നമ്മുടെ മനസ്സിൽ പല കോഴിക്കൂട് അടച്ചോ ഗ്യാസ് കുറ്റി ഓഫാക്കിയോ അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ചോറിനും കറിക്ക് തന്നെ കറി ചൂടാക്കണോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ആയിട്ടല്ലേ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കാനിരിക്കുമ്പം നമ്മൾ യൂണിവേഴ്സുമായിട്ട് ഒരു ബന്ധം അല്ലെങ്കിൽ പ്രപഞ്ചവുമായിട്ടൊരു ബന്ധത്തിലിരുന്ന് വേണം പ്രാർത്ഥിക്കാൻ. ഏതുമാകട്ടെ, ഏത് വിശ്വാസമാകട്ടെ, കൃഷ്ണനോ ശിവനോ അല്ലെങ്കിൽ ഈശോയോ മാതാവോ അള്ളാഹുവോ ആരുമായിട്ടാണെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കണം. നമ്മൾ ആരെയാണോ വിശ്വസിക്കുന്നത് അതിലൊരു ബന്ധം സ്ഥാപിച്ച ശേഷം മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കാവുള്ളൂ. അപ്പം ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? പ്രാർത്ഥിക്കാനിരിക്കുമ്പം നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമാക്കി വെച്ചിട്ടായിരിക്കണം പോയിരിക്കേണ്ടത്. അതായത് നമ്മൾ കുളിക്കാൻ പറ്റില്ലാത്തവരാണെങ്കിൽ കൈയും കാലും മുഖമൊക്കെ കഴുകി നല്ല ശുദ്ധമായി വന്ന് പിന്നെ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് ക്ലീനാക്കി, നിലവിളക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീനാക്കിയിരിക്കണം. അതെല്ലാം വൃത്തിയായിട്ടുള്ളതായിരിക്കണം. രാവിലെ ഇട്ട തിരി തന്നെ വൈകുന്നേരവും കത്തിക്കാം, എണ്ണയും ഉപയോഗിക്കാം. പക്ഷേ പിറ്റേ ദിവസം ഉപയോഗിക്കരുത്, അതൊക്കെ എടുത്ത് കളഞ്ഞേക്കണം. അങ്ങനെ നല്ല വൃത്തിക്കുള്ള ഒരു സ്ഥലത്ത് ഒരു മാറ്റൊക്കെ ഇട്ട് നല്ല നിവർന്നിരുന്ന് ചമ്രം പടിഞ്ഞിരിക്കുമ്പോൾ നിവർന്നിരിക്കണം. അതല്ല എങ്കിൽ നമുക്കങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റില്ല, നമ്മൾ കസേരയിലോ ഒക്കെയാണ് ഇരിക്കണമെങ്കിലും എവിടെയാണെങ്കിലും നമ്മളൊന്ന് നിവർന്നിരിക്കണം. അതായത് യൂണിവേഴ്സുമായിട്ടുള്ള ആ ബന്ധം കിട്ടണമെങ്കിൽ നമ്മൾ നിവർന്നിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ മാറ്റിടണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ ഊർജ്ജം ഭൂമിയിലേക്ക് പോകാതിരിക്കാൻ, നമുക്കൊരു നല്ലൊരു ഊർജ്ജം ഉണ്ടാകും, അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ. യോഗയിലും അങ്ങനെ തന്നെയാണ്, മാറ്റിട്ടാണ് ചെയ്യുന്നത്. അപ്പം മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ നല്ല ഏതെങ്കിലും ഒരു തടുക്കയിൽ ഇരുന്നിട്ട് വേണം ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നിവർന്നിരുന്ന് കഴിയുമ്പോൾ ഒരു നിമിഷം നമ്മൾ നല്ല ശ്വാസമൊക്കെ ഒന്ന് എടുത്ത് ഒറ്റ പ്രാവശ്യം മതിയെന്നേ ഒന്ന് ശ്വാസം എടുത്ത് ഫുൾ ശ്വാസം വലിച്ച് അത് പതുക്കെ പുറത്തേക്കൊന്ന് വിടുക. അതിനുശേഷം നമ്മൾ ശാന്തമായിട്ടിരുന്നിട്ട് നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടാട്ടോ, നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. വിളക്ക് കത്തിച്ച് വെച്ചിട്ട് വേണം. എന്നിട്ട് നമ്മൾ ആ ശാന്തമായിട്ടിരുന്നിട്ട് നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹം, ഇന്ന് വരെ കിട്ടിയ ഈ നിമിഷം വരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയണം. നന്ദി പറയുമ്പോൾ എന്നാ പറയണ്ടത്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കാൻ കാരണമായ മാതാപിതാക്കളോട്, നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തിനോട്, നമുക്ക് ഇന്ന് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഓരോ രൂപയോടും അല്ലേ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിനോട് നന്ദി പറയണം. ദിവസ വരുമാനമാണെങ്കിൽ അങ്ങനെ കിട്ടിയതിന് നന്ദി പറയണം. എന്തൊക്കെ നമുക്കുണ്ടോ, നമുക്കുള്ള വീടോ, നമുക്കുള്ള മക്കൾ, ഭർത്താവ്, നമുക്ക് വാഹനം, എല്ലാത്തിനും നമ്മൾ മനസ്സിൽ നമ്മൾ എല്ലാം കൂടെ അടച്ചിങ്ങനെ പറയാം, എനിക്ക് ഇന്ന് വരെ കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി 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 എന്ന് പറയുക. അതിനുശേഷം നമുക്ക് ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകളുണ്ടായെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുക. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്തകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ ആരെങ്കിലും നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കുക. രണ്ടാമത് ചെയ്യേണ്ട ആദ്യം നന്ദി പറഞ്ഞു, പിന്നെ രണ്ടാമത് നമ്മൾ ക്ഷമ ചോദിക്കണം. ആ ക്ഷമ ചോദിക്കുമ്പോൾ നിരുപാധികമായ ക്ഷമ ചോദിച്ചു, നമുക്ക് കിട്ടുന്ന അഭിവൃദ്ധി ഭയങ്കരമായിരിക്കും. ആരും അറിയുന്നില്ല, നമ്മൾ ഇപ്പോൾ ആരുടെ അടുത്ത് പോയി നിട്ടൊന്നും അല്ല ക്ഷമ ചോദിക്കുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ മനസ്സിലാണ് നമ്മൾ ക്ഷമ ചോദിക്കുന്നു. അവരോട്, നമ്മുടെ മാതാപിതാക്കളോട് ചെയ്തു പോയ തെറ്റുകൾ, ക്രിസ്ത്യൻസിനൊക്കെയാണെങ്കിൽ കുമ്പസാരിക്കുമെങ്കിലും ചെയ്യാം ഇല്ലേ. നമുക്ക് ഹിന്ദുക്കൾക്ക് ഇങ്ങനെ ഒരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട് അവരത് മനസ്സിലിട്ട് വിഷമിച്ച് അവർ പിന്നെയും തെറ്റുകൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കും, കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ തെറ്റുകൾക്കെല്ലാം ക്ഷമ ചോദിക്കണം. എന്തൊക്കെ തെറ്റ്, നമ്മുടെ കുഞ്ഞുങ്ങളോട് ചെയ്ത് പോയ വഴക്കാണെങ്കിലും, ഒരാളെ മോശമായിട്ടൊരു നോട്ടം നോക്കിയാൽ പോലും, ഒരാളോട് മോശമായിട്ടൊരു വാക്ക് പറഞ്ഞാൽ പോലും നമ്മൾ ക്ഷമ ചോദിച്ചേക്കണം. നമ്മൾ ആ സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുമ്പോൾ നമ്മൾ അതിന് ക്ഷമ ചോദിച്ചിരിക്കണം. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയാമോ? നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക. നമ്മൾ ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറ്റുന്ന ഒരു കുഴപ്പമാണ്, എൻ്റെ അസുഖങ്ങൾ മാറ്റിത്തരണേ, എനിക്ക് ഷുഗറാണെങ്കിൽ ഷുഗർ മാറ്റിത്തരണമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിൻ്റെ മടി മാറ്റിത്തരണമേ, എൻ്റെ ദുരിതങ്ങൾ മാറ്റിത്തരണേ, എൻ്റെ വീട്ടിലെ വഴക്ക് മാറ്റിത്തരണേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നത്. എൻ്റെ ഈ കഷ്ടപ്പാട് മാറ്റിത്തരണേ എന്നൊക്കെ. ഈ കഷ്ടപ്പാട്, ദുരിതം, ദുഃഖം, പഠിക്കില്ല എന്നൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മുടെ ഉപബോധ മനസ്സേറ്റെടുക്കുന്നത്.
അപ്പം നമുക്ക് അതിൻ്റെ ഒരു വൈബ്രേഷനെ നമ്മളിൽ നിന്നുണ്ടാവുകയുള്ളൂ. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ പോസിറ്റീവായിട്ടേ അതിനെ പറയാവുള്ളൂ. എനിക്ക് സമാധാനവും സന്തോഷമുള്ള ഒരു കുടുംബജീവിതം തന്നതിന് നന്ദി, ആരോഗ്യമുള്ള ശരീരം തന്നതിന് നന്ദി, എൻ്റെ മക്കളെല്ലാം നന്നായിട്ട് പഠിക്കുന്നതിന് നന്ദി. ഇങ്ങനെ ഓരോ കാര്യങ്ങളായിരിക്കണം നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് എന്ത് കാര്യവും പറയാവുള്ളൂ. നെഗറ്റീവായിട്ട് പറയാൻ കടം എന്നുള്ള വാക്കുകളൊന്നും എപ്പോഴും ഉച്ചരിച്ചുകൊണ്ടിരിക്കാതിരിക്കാൻ ശ്രമിക്കുക. അറിയാതെ പറഞ്ഞു പോയ കുഴപ്പമില്ല. എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് മാത്രം പറയാതിരിക്കാൻ ശ്രമിക്കുക. അവിടെ പോസിറ്റീവ് മാത്രം കൊണ്ടുവരിക. നമുക്ക് എനിക്ക് ഇത്രയൊക്കെ തന്നത്, ഇതൊക്കെ കിട്ടി, നന്ദി, മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അതിനൊക്കെ നന്ദി, എല്ലാത്തിനും നമ്മൾ നന്ദിയും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ വരുത്തേണ്ടത്. എനിക്ക് ഇതൊക്കെ തരണം, എൻ്റെ മക്കളൊക്കെ നന്നായി പഠിക്കണം, പഠിച്ചു, എൻ്റെ മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് പണം ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു, എനിക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഇല്ലായിരിക്കാം, നമ്മുടെ വീട്ടിൽ 10 രൂപ എടുക്കാനില്ലായിരിക്കാം, സമ്മതിച്ചു. പക്ഷേ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിലേക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുകയും ഒരു 21 ദിവസം ആകുമ്പോഴത്തേനും നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റങ്ങൾ സംഭവിക്കും. ഉറപ്പായ കാര്യം. ഇപ്പോൾ നെഗറ്റീവും സങ്കടവും കരച്ചിലുള്ള വീടുന്ന ഒരിക്കലും ഒരു സ്വൈര്യം ഉണ്ടായില്ല. സന്ധ്യയ്ക്ക് സീരിയൽ വെച്ചുകൊണ്ടിരിക്കുക, സന്ധ്യയ്ക്ക് കരയുക, ഒച്ചത്തിൽ വഴക്കുണ്ടാക്കുക, കുക്കറിലിട്ട് വിസിലടിപ്പിച്ചുകൊണ്ടിരിക്കുക, പാചകം ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുക, വിളക്ക് കത്തിക്കാൻ ആരോടെങ്കിലും ഒന്ന് പറയുക, ഇങ്ങനെയുള്ളതൊക്കെ കളയുക നമ്മുടെ വീട്ടിൽ. മിക്കവരും നമ്മുടെ വീട്ടിൽ ചില വീടുകളിൽ ചെല്ലുമ്പോൾ കാണാൻ മേലെ നീ ഒന്ന് പോയി ആ വിളക്കൊന്ന് കത്തിച്ചേ, ഞാൻ കുളിച്ചില്ല. ചിലർ പറയും ഞാൻ കുളിക്കാൻ പോകുമെന്ന് പറഞ്ഞ് സന്ധ്യയ്ക്ക് കുളിക്കാൻ പോകും. ചിലർ ആ സമയത്ത് കിടക്കാൻ പോകും, ഒരു ക്ഷീണോ എന്നും പറഞ്ഞ്. ചിലർ നഖം വെട്ടുന്നു, മുടി ചീവുന്നു, എന്ന് വേണ്ട എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ഈ സന്ധ്യ എന്ന് പറയുന്ന 2 ഇത് കൂടുന്നതെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? പകലും രാത്രിയും കൂടെ കൂടുന്ന ആ സമയത്ത് ഒത്തിരി നെഗറ്റീവായ കാര്യങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്, ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, രാത്രിയിൽ വിരിയുന്ന പൂക്കളൊക്കെ ഇല്ലേ? അപ്പോൾ ഈ ഭൂമിയിൽ, ഈ പ്രകൃതിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ആ സന്ധ്യ കഴിയുമ്പോൾ തൊട്ട് ചില പൂക്കൾ വിരിയാൻ തുടങ്ങുന്നു, ഇല്ലേ? അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, ചില ചെടികളുടെ പൂക്കൾ കൂമ്പി പോകുന്നു, ചെമ്പരത്തിപ്പൂവൊക്കെ കൂമ്പി പോകുന്നത് നമ്മൾ കാണാൻ മേലെ. അപ്പോൾ എന്തൊക്കെയോ ഈ പ്രകൃതിയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും അതനുസരിച്ച് അതിന് തയ്യാറായിരിക്കണം. നമ്മളും ഒരു പോസിറ്റീവ് എനർജിയോട് കൂടിയിരിക്കാൻ നമ്മളിലൊരു ഓറ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രതിരോധ ശക്തിയായ ഒരു ഓറ നമുക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന എന്നും പറഞ്ഞ് ആ സമയത്ത് വെച്ചേക്കുന്നത് സന്ധ്യയ്ക്ക്. പിന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉറക്കെ പ്രാർത്ഥിക്കണം. ഉറക്കെ പ്രാർത്ഥിക്കുന്ന വെച്ചാൽ ആരെ അലർച്ച് പ്രാർത്ഥിക്കുന്നതല്ല, നമുക്ക് കേൾക്കാനും നമ്മുടെ ചുറ്റുവട്ടത്ത് കേൾക്കാൻ പാകത്തിനൊരു സൗണ്ടിലായിരിക്കണം നമ്മൾ പണ്ട് നമ്മൾ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് പ്രാർത്ഥിക്കലായിരുന്നു, ഉറക്ക നാമം ചൊല്ലില്ലായിരുന്നു. അതുപോലെ പ്രാർത്ഥിക്കണം. പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങും നമ്മളപ്പോൾ 3 നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പ്രാർത്ഥനയാണ്, ഉറക്കെ പ്രാർത്ഥിക്കണം. ആ ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏത് ദൈവത്തെയാണ് ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ രൂപം നമ്മുടെ ഉള്ളിൽ കാണണം. ഉദാഹരണമായിട്ട് ശിവനെയാണ് കാണണമെങ്കിൽ ശിവൻ്റെ ആ ജട, അതിനകത്ത് നിന്ന് ഗംഗ ഒഴുകുന്നത്, കഴുത്തേൽ നാഗങ്ങൾ, പുഞ്ചിരിക്കുന്ന മുഖം, തൃക്കണ്ണ്, പിന്നെ പുലിത്തോളിൻ്റെ വസ്ത്രങ്ങൾ, ഇല്ലേ? കയ്യിൽ ഒക്കെ പാമ്പിൻ്റെ ഇത്, കാലയിൽ തള പോലത്തെ സാധനം ഇട്ടേക്കുന്ന ഒറ്റ കാലയിൽ, ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് കണ്ട് പുഞ്ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്നതായിട്ട് നമ്മളിരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയാണ്. അത് ഏത് ദൈവത്തെയാണെങ്കിലും ഏത് വിശ്വാസമാണെങ്കിലും നമ്മൾ ഈശോനെ ആണെങ്കിൽ ഈശോനെ അങ്ങനെ കാണുക. ഓരോ വിശ്വാസത്തിൽ അതിൻ്റേതായ രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിലേക്ക് നമ്മുടെ ആ രൂപം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായി ഒരു പുഞ്ചിരി നമ്മുടെ ഉള്ളിലുണ്ടാകും. നമ്മൾ തന്നെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ നാമം ചൊല്ലുക, നമഃശിവായ നമഃശിവായ എന്നാണെങ്കിലും, ഏത് പ്രാർത്ഥനയാണെങ്കിലും, അമ്മേ നാരായണയാണെങ്കിലും, ഏതാണെങ്കിലും ആ രൂപം മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലൊരു അലയുണ്ടാകും. ആ ശബ്ദത്തിൻ്റെ, ആ നാമജപത്തിൻ്റെ. അത് നമ്മുടെ വീട്ടിലേക്കുള്ള നെഗറ്റീവ് എനർജികളെ തടയും എന്നാണ് പറയുന്നത്. അതായത് സന്ധ്യാസമയത്ത് ജ്യേഷ്ഠ ഭഗവതി അല്ലെങ്കിൽ മൂദേവി എന്നൊക്കെ പറയുന്ന സാധനമാണ് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പം നമ്മളിവിടെ സാമ്പ്രാണിയും പുകച്ച് നമ്മളിങ്ങനെ നാമജപം ചൊല്ലുമ്പോൾ അത് ഇറങ്ങിപ്പോയി മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് കയറി വരികയും ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇച്ചിരി ഉറക്ക നാമം ചെല്ലാൻ പറയുന്നതിൻ്റെ കാരണം. നമ്മുടെ വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ക്രിസ്ത്യൻസിൻ്റെ വീടുകളിലൊക്കെ നാമം ജപിക്കുന്ന കൂട്ടപ്രാർത്ഥന നടത്തുന്നത്, അവർ വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന അവർ ഉറക്കെ ചെല്ലണം. എൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ എനിക്ക് എൻ്റെ വീട്ടിൽ ഇരുന്ന് കേൾക്കാം അവരവിടെ പ്രാർത്ഥിക്കുന്നത്. 8 മണിക്ക് പ്രാർത്ഥിക്കുന്നവരുണ്ട്, 7 മണിക്ക് പ്രാർത്ഥിക്കുന്നവരുണ്ട്. 8 മണിക്ക് പ്രാർത്ഥിക്കണം, അവിടുത്തെ അച്ഛനും ഒക്കെ 8 മണിയാകുമ്പോഴാണ് വരുന്നത്. അതുകൊണ്ട് ആ സമയത്ത് അവർ പ്രാർത്ഥന വെച്ചേക്കണേ. അപ്പോൾ അവരുടെ കുടുംബ പ്രാർത്ഥന എങ്ങനെയാണ്? നല്ല ഉറക്കെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വൈബ്രേഷൻ ആ വീട്ടിലുണ്ടാകും. ഒരു നെഗറ്റീവ് ആ വീടുകളിലേക്ക് ബാധിക്കുകയില്ല.
അപ്പം നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം എപ്പോഴാണേലും. അല്ലാണ്ട് ചിലരിരിക്കുന്ന പ്രതിമ ഇരിക്കും പോലെ ഇങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ മനസ്സിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നാമം ചെല്ലുണ്ടെന്ന് ചില ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ അനങ്ങാണ്ടിരുന്ന് വായിച്ചുകൊണ്ടിരിക്കണ കേൾക്കാം. അങ്ങനെയൊന്നും വായിക്കേണ്ട, ഉറക്ക വായിക്കുക. നമ്മൾ എന്ത് വായിക്കുമ്പോഴും ഇച്ചിരി ഒത്തിരി കാറിപ്പൊളിച്ച് വായിക്കണേനല്ല, നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് കേൾക്കാൻ പാകത്തുന്ന രീതിയിൽ നമ്മൾ വായിക്കുക. നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ അടുത്തിരുന്ന് വായിക്കുമ്പോൾ എന്തോ ഒരു ഒച്ചയുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്നാണ്, നമ്മൾ ക്ഷമാപണം നടത്തണം. നമ്മൾ പ്രാർത്ഥനയിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ക്ഷമാപണ മന്ത്രവും കൂടെ ചൊല്ലിയിട്ട് നമ്മൾ പ്രാർത്ഥന അവസാനിപ്പിക്കണം. അപ്പം എല്ലാമായി നമ്മുടെ ഉള്ളിൽ നമ്മൾ ക്ഷമ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കിട്ടിയതിനൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം പോസിറ്റീവായിട്ട് നമ്മൾ പറഞ്ഞു. നമ്മൾ ഇത്രയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥന നിർത്തി കഴിയുമ്പോൾ നിങ്ങൾ നോക്കി ഒരു 21 ദിവസം ആകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം നമുക്ക് കാണാൻ വരും. പലരും പറയില്ലേ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലവും കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നടക്കില്ലേ. കാരണം എന്നാണെന്നറിയാമോ, അവർ പ്രാർത്ഥിക്കണ മുഴുവൻ നെഗറ്റീവാണ് പ്രാർത്ഥിച്ചു വയ്ക്കുന്നത്. എനിക്ക് എൻ്റെ വീട്ടിലെ വഴക്ക് തീരണേ, എൻ്റെ വീട്ടിലെ അടി തീരണേ, എൻ്റെ വീട്ടിലെ പിള്ളേർ ചീത്തയായി പോയി അത് നേരെയാക്കി തരണേ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ അതിനെ ഒരു പോസിറ്റീവായിട്ട് കാണണം. എന്നിട്ട് നമ്മളും വീടുകളിൽ മാറാൻ ശ്രമിക്കണം. എന്നാലേ നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് ഉണ്ടാകും. നമ്മൾ വീടുകളിൽ പ്രാർത്ഥനയും നടത്തി എല്ലാം നടത്തി എന്നിട്ട് നമ്മൾ ഒരുതരം സ്വഭാവമായിട്ട് എല്ലാവരുടെയും നെഗറ്റീവ് മാത്രമേ, പ്രാർത്ഥനയും കഴിഞ്ഞ് വിളക്കും അങ്ങ് കെടുത്തി കഴിഞ്ഞിട്ട് കരിന്തിരിയൊന്നും കത്താൻ ഇടവരുത്തണ്ട. വല്ലപ്പോഴും കത്തിയെന്ന് ഓർത്തൊന്നും പേടിക്കുകയും വേണ്ട. കരിന്തിരി കത്തുമ്പോൾ ഉള്ള കുഴപ്പം എന്നാണെന്നറിയാം, കാർബൺ മോണോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് ദൂഷ്യമാകും. അതുകൊണ്ടാണ് കാരണവന്മാർ പറയുന്നത് കരിന്തിരി കത്തരുത് എന്ന് പറയുന്നത്. അപ്പം കരിന്തിരി കത്തുന്നതിന് മുമ്പ് തന്നെ വിളക്ക് എണ്ണ ഉള്ളപ്പോൾ തന്നെ കെടുത്തി വയ്ക്കാൻ ശ്രമിക്കുക. അതിനകത്തൊരു കുറച്ചെണ്ണ കാണുമല്ലോ, അതിങ്ങനെ അടിച്ച് കെടുത്തരുത്, ഊതിക്കെടുത്തരുത് എന്നൊക്കെ പറയും. എണ്ണയിലേക്ക് താത്തിയും കെടുത്താൻ പാകത്തിന് എണ്ണ അതിനകത്തുണ്ടായിരിക്കണം. അത് തന്നെയല്ല, വിളക്കങ്ങ് കെടുത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒട്ടനെ തുടങ്ങും. നിന്നോട് എത്ര നേരമായിടാ പറഞ്ഞിട്ട് പോയിരുന്ന് പഠിക്കടാ, അല്ലെങ്കിൽ അതല്ലേടാ ഇതല്ലേടാ മറ്റതല്ലേ മറിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് വഴക്കുണ്ടാക്കാൻ തുടങ്ങും. ആ സ്വഭാവം നമ്മൾ കളയണം. കാരണം നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് വൈബായിട്ട് നിൽക്കുകയാണ്. നമ്മൾ പിന്നെ വേറെ നെഗറ്റീവ് ഒന്നും അതിനകത്തേക്ക് കൊണ്ടുവരേണ്ട. നമ്മൾ പിന്നെ എല്ലാവരോടും സൗമ്യമായിട്ട്, നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ സന്ധ്യ കഴിഞ്ഞ് ഉണ്ടാക്കുകയാണെങ്കിലും രാവിലെ ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ അതൊരു നിവേദ്യമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചൊരു ഭക്ഷണം കൊടുത്തു നോക്കി, നമ്മുടെ വീട്ടിൽ വഴക്കുണ്ടാക്കണവരൊക്കെ ശാന്തന്മാരായിട്ട് വരും. നമ്മുടെ മക്കൾക്ക് കൊടുത്തു നോക്കി, കുസൃതി കാണിക്കുന്ന മക്കളൊക്കെ ശാന്തരായി വരും. നമ്മൾ ഒരു വെള്ളം കുടിക്കുകയാണെങ്കിലും അതൊരു തീർത്ഥമായിട്ട് കണക്കാക്കി കൊടുത്തു നോക്കി, നമ്മുടെ കുടുംബത്തിലൊരു മാറ്റങ്ങൾ സംഭവിക്കും. ഉറപ്പായ കാര്യമാണ്. പൂജയിലിരിക്കുന്ന വെള്ളമാണെങ്കിലും ദൈവമേ എല്ലാം നല്ലതായിരിക്കണേ, ഒരസുഖങ്ങളൊന്നും വരുത്തരുതേ. നമ്മൾ കുടിക്കുന്ന വെള്ളമാണെങ്കിലും പ്രാർത്ഥിച്ചൊക്കെ കുടിക്കാൻ ശ്രമിച്ച് നോക്കിക്കേ, നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ അത്ഭുതകരമായിരിക്കും. ഇതൊക്കെയാണ് പ്രാർത്ഥന. ഇതിങ്ങനെ ചെയ്യാൻ ഒരു പാടുമില്ല. ആദ്യം നമ്മൾ നന്ദി പറയുക, ശുദ്ധമായിട്ടിരിക്കുക, നല്ല സ്ഥലത്തിരിക്കുക, നിവർന്നിരിക്കുക, നമ്മൾ നന്ദി പറയുക. അതിനുശേഷം നമ്മുടെ ക്ഷമ, നമുക്ക് ആരുടെയെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകളുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും നമ്മൾ മാപ്പ് പറഞ്ഞേക്കുക, എല്ലാവർക്കും ക്ഷമിച്ചേക്കുക, അവർക്കെല്ലാം നല്ലത് വരാൻ നമ്മൾ ആഗ്രഹിക്കുക. അതിനുശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക, പോസിറ്റീവായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പറയുക. അത് കഴിഞ്ഞ് നമ്മൾ ക്ഷമ ചോദിക്കുക. ഇല്ലേ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രൂപങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഏത് ഭഗവാന്റെ രൂപമാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇമേജ് കണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിച്ച് ഇച്ചിരി ഉറക്കെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. പിന്നെ ലാസ്റ്റ് ക്ഷമാപണ മന്ത്രവും ചൊല്ലി നമ്മൾ പ്രാർത്ഥന അവസാനിപ്പിക്കണം. ഇതാണ് വേണ്ടത്. അത് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ കേട്ടോ. എന്നിട്ട് അങ്ങനെ നിങ്ങളുടെ അനുഭവങ്ങൾ എന്നോട് പറയണം കേട്ടോ. 21 ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ മതി. ഞാൻ ഈ ചാനലിലുണ്ടല്ലോ, ഇപ്പോൾ എപ്പോഴും ഉണ്ടല്ലോ, എന്നും ഉണ്ടല്ലോ. അപ്പോൾ എന്നോട് വന്ന് പറയണം, ചേച്ചി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ വീട്ടിലൊരു മാറ്റങ്ങളുണ്ടായി തുടങ്ങിയിട്ട് ചേച്ചി എന്ന് എൻ്റെ ദേഷ്യം പോയി ചേച്ചി എന്നൊക്കെ. നമ്മൾ ഉപവാസം എടുക്കുന്നുണ്ട്, വ്രതം എടുക്കുന്നുണ്ട്, 1 ദിവസത്തെ വ്രതം എടുക്കുന്നുണ്ട്, 3 ദിവസത്തെ എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വീട്ടിൽ വഴക്കുണ്ടാക്കില്ല എന്നൊരു വ്രതം എടുത്ത് നോക്കിക്കേ. 3 ദിവസം ഞാനൊന്നും മിണ്ടാൻ വഴക്കുണ്ടാക്കില്ല എന്ന്. നമ്മുടെ വീടൊക്കെ മാറുന്നേ, നമുക്ക് പറ്റും. നമ്മൾ മാറുമ്പോൾ നമ്മുടെ കൂടെ നമ്മളോട് ദുഷിച്ച സ്വഭാവമായിട്ടിരിക്കുന്നവർക്ക് മാറാണ്ടിരിക്കാൻ പറ്റില്ല, അവരും മാറും. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി അങ്ങനെയാണ്. അപ്പോൾ അവരും ഓട്ടോമാറ്റിക്കായിട്ട് മാറാൻ തുടങ്ങും. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് ചെയ്ത് നോക്കിക്കേ, എല്ലാം മാറും. സന്തോഷം എനിക്കിത് പറയാൻ എന്നാണെന്നറിയാവോ, ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമായിരുന്നു. വിളക്കിങ്ങനെ കൊണ്ടുവച്ചു, 2 വാക്ക് പറഞ്ഞു, എണീറ്റ് പോയി. പിന്നീട് ഇപ്പം എനിക്ക് തോന്നുന്നു
ഒരു 10-40 വർഷമായിട്ട് ഞാൻ സ്ഥിരം നാമം ചൊല്ലുന്ന വ്യക്തിയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ആദ്യകാലത്ത് എൻ്റെ വീട്ടിലും വിളക്ക് വയ്യില്ല, അതാണ് ഏറ്റവും വലിയ കാരണം എൻ്റെ അമ്മയ്ക്ക് ഒരു വയ്യാത്ത ഒരു ആളായിരുന്നു. അതുകൊണ്ട് അവിടെ അങ്ങനെ വലിയ വിളക്ക് വയ്യോ പ്രാർത്ഥനയോ അങ്ങനെയൊന്നുമില്ല. അച്ഛൻ ഭയങ്കര എന്നാന്ന് പറയുന്നത് നിരീശ്വരവാദി, അങ്ങനെയുള്ളൊരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വന്നത്. പിന്നീട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ഓരോതരം പോസിറ്റീവുകളും ഒക്കെ ഉണ്ടാകാൻ കഴിഞ്ഞപ്പം ഞാൻ മനസ്സിലാക്കി ഇതിൽ ഒരു ഗുണമുണ്ടല്ലോ എന്ന്. പിന്നീട് അന്നൊക്കെ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും പറയും, കാര്യങ്ങൾ നേടാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും, ഇന്ന കാര്യം കിട്ടണേ, എന്നത് സാധിക്കണേ, പരീക്ഷയ്ക്ക് ജയിക്കണേ, ഇങ്ങനെയൊക്കെയായിരുന്നു പറയണത്. നമ്മൾ പ്രവർത്തിക്കുകയോ ഇല്ല, എന്നിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുക. അത് എന്നാലും കിട്ടും എന്നായിരുന്നു നമ്മൾ. അതൊന്നും അല്ലാന്ന് പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഓരോ ഗുരുക്കന്മാരുടെ അടുത്ത് പോവുകയും ഓരോ കോഴ്സുകൾ കൂടുകയും ഇങ്ങനെയൊക്കെയുള്ളതിൻ്റെ കോഴ്സുകൾ ഓൺലൈനായിട്ടും അല്ലാതെയായിട്ടും ഒക്കെ കൂടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അപ്പം ഞാൻ അറിഞ്ഞ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പ്രാർത്ഥന നമ്മുടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള, നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാലേ നമുക്ക് വരികയുള്ളൂ. എന്ത് കാര്യം നമുക്ക് തരും, ഈ പ്രപഞ്ചത്തിലുണ്ട്. നമ്മൾ ചോദിച്ചില്ലെങ്കിലും നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രമേ നമ്മളിലേക്ക് വരുള്ളൂ. നമ്മൾ എന്താണേലും വിഷൻ ബോർഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മൾ എന്താണോ അത് നമുക്ക് കിട്ടും. നമ്മളെ മക്കൾ നന്നായിട്ട് പഠിക്കണം, സർട്ടിഫിക്കറ്റ് മേടിക്കണതായിട്ടും നമുക്ക് നല്ല ജോലി കിട്ടിയതായിട്ടും നമ്മൾ നല്ല സാലറി മേടിക്കണതായിട്ടും നമ്മൾ കടങ്ങൾ കൊണ്ട് അടച്ചു തീർക്കണതായിട്ടും ഒക്കെ നമ്മൾ കാണാവുള്ളൂ. ഇതൊന്നും കാണില്ല. ചിലപ്പോൾ നമ്മൾ അത് കണ്ടു കഴിയുമ്പോൾ നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതൊക്കെ വന്നുകൊണ്ടിരിക്കും. അതാ തന്നെ, അല്ലാണ്ട് വേറൊന്നുമല്ല. നമ്മളപ്പോൾ ഈ എപ്പോഴും കാണുന്നത് നല്ലത്, നല്ല കാറ് മേടിക്കണത്, ആ കാറിൽ പോണതും, അല്ലെങ്കിൽ നല്ല വിദേശത്തൊക്കെ പോകുന്നു, നല്ല സ്ഥലങ്ങൾ കാണാൻ പോകുന്നു, ഫാമിലിയായിട്ട് സന്തോഷത്തോടെ നടക്കുന്നു, ഭർത്താവ് സ്നേഹത്തോടെ പെരുമാറുന്നതും, മക്കൾ സ്നേഹത്തോടെ പെരുമാറുന്നു, അമ്മായിയമ്മ നല്ല സ്നേഹമായി വരുന്നതും ഒക്കെ അങ്ങനെ പോസിറ്റീവായിട്ട് കണ്ടു നോക്കി ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് ദിവസം കൊണ്ട് ഇവരിലെല്ലാം ഒരു മാറ്റങ്ങളുണ്ടാകും. നമ്മളിലുള്ള ആ തരംഗങ്ങളില്ലേ, നമ്മളിൽ നിന്നൊരു ഹൈ വൈബ്രേഷൻ അവരിലേക്ക് ചെന്ന് ചേരും. അപ്പം അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർ മാറും. ഇത് ചെയ്ത് നോക്ക്. ഇത്രയല്ലേ പാടുള്ളൂ. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെ പ്രാർത്ഥിച്ച് നോക്ക്, നമുക്കെല്ലാ മാറ്റങ്ങളുണ്ടാകും. എല്ലാ കുടുംബവും സമാധാനത്തോടെ ഇരിക്കണം, അതാണ് വേണ്ടത്. എല്ലാ കുടുംബത്തിലും സന്തോഷമില്ലാത്ത, സമാധാനമില്ലാണ്ട് കരഞ്ഞ് വിളിച്ച് 10 പൈസയില്ല, ഞാൻ 24 മണിക്കൂറിൻ്റെ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമുണ്ട്. ചിലർ ചുമ്മാതെ എഴുതുന്നവരുമുണ്ട്, എങ്കിലും ഒരു പൈസ പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കണം, നമ്മൾ ഇല്ല എന്ന് വിചാരിക്കണോണ്ട് നമുക്ക് ഉണ്ടാകാതെ ഒരു 10 രൂപ പോലും എടുക്കാനില്ല എന്നൊക്കെ പറയുന്ന 10 രൂപ എടുക്കാനില്ലാത്ത വീടുകളുണ്ടോ ഇന്നത്തെ കാലത്ത്? നമുക്ക് എന്ത് പണിയെങ്കിലും, ഒരു പണിയില്ല എന്ന് പറയണേ, പണി അന്വേഷിക്കണം. നമുക്ക് ശാരീരിക ആവശ്യതകളുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പണി നമ്മൾ കണ്ടെത്തണം. അങ്ങനെയുള്ള പണികളൊക്കെ കിട്ടും. നമ്മൾ അന്വേഷിച്ചിറങ്ങുക, എന്തെങ്കിലും ചെയ്യുക. അല്ലാണ്ട് ആരെങ്കിലും തന്ന പ്രപഞ്ചത്തിന് ഒത്തിരി ഉണ്ട്, അത് നമുക്ക് കിട്ടും. പക്ഷെ നമ്മളെ വേറെ ആരും സഹായിക്കില്ല. എത്ര നാൾ സഹായിക്കാൻ പറ്റും? നമ്മുടെ കുടുംബക്കാർക്കോ നാട്ടുകാർക്കോ ഒന്നും ഒത്തിരി കാലം നമ്മളെ സഹായിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ വിചാരിക്കുക, നമ്മൾ എന്തെങ്കിലും ഒരു പണികൾ ചെയ്യുക, നമുക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ പൈസ ഉണ്ടാക്കുക. ഇല്ല എന്നും പറഞ്ഞിരിക്കാതിരിക്കുക. അപ്പം തന്നെ നമ്മളിൽ നെഗറ്റീവ് ഉണ്ടാകും. നമ്മൾ നമ്മുടെ മനസ്സ് എപ്പോഴും സമൃദ്ധിയായിരിക്കണം. നമ്മുടെ മനസ്സും ചിന്തകളും ഒക്കെ സമൃദ്ധിയിലുള്ളതായിരിക്കണം കേട്ടോ. എപ്പോഴും നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ പുഞ്ചിരിയോടെ, നിറഞ്ഞ രീതിയിൽ എല്ലാവരോടും പെരുമാറുമ്പോൾ നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോസിറ്റീവ് വരുന്നേ. അല്ലാണ്ട് എപ്പോഴും സങ്കടവും ദുഃഖവും അന്ന് പറഞ്ഞിരിക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒത്തിരി നീണ്ടു പോകണു കേട്ടോ. ഒത്തിരി പറയണമെന്നൊക്കെ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ തോന്നില്ല. പറയാൻ തുടങ്ങാനൊരു സ്റ്റാർട്ടിങ് ട്രബിളാവുള്ളത്. പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഒത്തിരി കാര്യം പറയാനുണ്ട്. പക്ഷേ ഇന്ന് നിർത്തുക കേട്ടോ. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ബൈ ബൈ. ഓക്കെ.